നാടൻ മീൻ സാക്കല്ല നിങ്ങൾക്ക് കിട്ടാൻ നാടൻ മീൻ കോലാനുകൾ വന്നോടി ഫ്രണ്ട്സ്. കോലാൻ വന്നു. ഇത് ശരിക്കുള്ള ഹുക്കാട്ടോ, കോലാൻ്റെ ശരിക്കുള്ള ഹുക്കാന്ന് തോന്നുന്നുണ്ട്. നോക്കാം നമുക്ക്. വയലിനെയോ കറക്റ്റ് വയലേക്ക് എടുത്തിട്ടുണ്ട്. ഇവന്മാരെ കിട്ടും കേട്ടോ. ഈ കോലാൻ വെജിറ്റബിൾ കോലാനാടാ കടാ. അടിപൊളി മീനല്ലേ, എന്ത് ഭംഗി കാണാൻ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി തീറ്റ എന്ന് പറയുമ്പോഴേ ചെറിയ മീനുകളില്ലേ, ചെറിയ മീനുകൾക്കുള്ള തീറ്റാടാ. ചെറിയ മീനുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മീനുകൾ വന്നപ്പെടും. വെച്ച് കഴിഞ്ഞാൽ ചെറുവക, ഈ പരല്, കരിപ്പിടി, കടു അങ്ങനെയുള്ള മീനുകൾക്ക് ഇടാം. റോഹു, കട്ട്ള അങ്ങനെയുള്ള മീനുകൾക്കല്ല, ചെറുവക മീനുകൾ പിടിക്കാൻ വേണ്ടി. ഈ സമയത്ത് ചെറുവക മീനുകളാണ് കൂടുതൽ കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു അടിപൊളി തീറ്റ നമ്മൾ ചൂണ്ടി നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള തീറ്റകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒരു അടിപൊളി തീറ്റ അത് ഉണ്ടാകാം നമുക്ക്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം തന്നെ രണ്ട് മീൻ നമ്മുടെ പരല് അതിൻ്റെ ചെതമ്പല് കളഞ്ഞെടുക്കുന്നുണ്ട്. എന്ന് നോക്കിയാൽ ചെതമ്പല് ഫുള്ളായിട്ട് കളയാം. പിന്നെ ഇതിൽ ഈ പകിരിക്കില് ഇതൊക്കെ കട്ട് ചെയ്ത് കളയാം. പകിരി കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഈ തലയും വേണ്ട കേട്ടാ, തലയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എടുക്കണം. ചീനെ നമ്മൾ കറിക്ക് കട്ട് ചെയ്ത് എടുക്കണില്ലേ, അതേപോലെ തന്നെ കാണാം. ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുക. ചെതമ്പല്, പകിരി വക സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എടുക്കുക. ഇങ്ങനെ എടുക്കുക. അപ്പോൾ അതുകൂടി എടുക്കട്ടെ കേട്ടാ. ഇതുകൂടിയും അങ്ങനെ ചെയ്തെടുക്കണം. ചെതമ്പലൊക്കെ കളഞ്ഞിട്ട് പകിരി കട്ടീൻ്റെ ഈ രണ്ട് മീനെ എടുത്തിട്ടുണ്ടാ. ഈ രണ്ട് ചെറിയ മീൻ ചെതമ്പലൊക്കെ കളഞ്ഞ് തലയൊക്കെ കട്ട് ചെയ്ത് പകിരിയൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ രണ്ട് മീൻ ഫ്രണ്ട്സ്, മീൻ നമ്മൾ ഇതെങ്ങനെ എടുത്തിട്ടുണ്ടാ വൃത്തിയാക്കിയിട്ട് കണ്ടില്ലേ നേരത്തെ. പിന്നെ നമുക്ക് വേറെ രണ്ടായിട്ട് കൂടി വേണം, പഞ്ചസാര, ബ്രെഡ്. ഈ 3 ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നേട്ടാ. അപ്പോൾ നമുക്ക് ഈ മീനെ നമ്മളിവിടെ വയ്ക്കുന്നുണ്ട്. ഈ പഞ്ചസാര ഇതിലിട്ട് കൊടുത്തിട്ടേ നന്നായി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മീനും പഞ്ചസാരയും കൂടിയിട്ട് നന്നായി ഈ അമ്മീമ വെച്ച് അരച്ചെടുക്കുക. നന്നായി അരച്ചു കൊടുക്കുക. കുഴമ്പ് രൂപത്തിലാക്കി ഇടുക. കണ്ടോ, അപ്പോൾ നമ്മളിതിങ്ങനെ അരച്ചത് ഇതേപോലെ കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. നന്നായി കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് അരച്ച്. ഇനി ഇതിൽ ബ്രെഡ് പൊടിച്ചിട്ട് കൊടുക്കുക ചെയ്യുന്നേടാ. ബ്രെഡ് നോക്കിയാൽ ഇതിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി എടുക്കുക ചെയ്യുന്നേ. അപ്പോൾ നമുക്ക് ഈ അരച്ചൽ തന്നെ വെള്ളമുണ്ട്, വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കണ്ട. വെള്ളത്തിൽ തന്നെ ഈ അരച്ചാൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നോക്കി ഇടുക, ഒരു ഉണ്ടാക്കി ഇടുകടാ. വെള്ളം കുറവുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് തെളിച്ച് കൊടുക്കണം. നമ്മളിതിൽ മൊത്തം ആക്കി എടുത്തപ്പോൾ കുറച്ച് വെള്ളം കുറവുണ്ട്. നമ്മൾ സെറ്റായി കിട്ടിയിട്ട് ഉണ്ടായി കിട്ടിയിട്ട് കുറച്ചൊരു പൊടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കണ്ടാ, പൊടിക്ക് വെള്ളം വെച്ചിട്ട് വീണ്ടും ഒന്ന് ഇങ്ങനെ ഒതുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. തീറ്റ നമ്മൾ ഹുക്കുമിടുമ്പോഴേ മീൻ വന്ന് എടുക്കുമ്പോൾ തീറ്റ പൊട്ടിപ്പോണം, ഉറച്ച് നിൽക്കരുത്. തീറ്റ പൊട്ടണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെയാണ് നമ്മൾ ഇടണേ. തീറ്റ റെഡി ആയിട്ടാണ് നമ്മുടെ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നോക്കിയത് ഇങ്ങനെ ഒരു കവറിൽ നമ്മുടെ ഈ തീറ്റ ആക്കിയിട്ടുണ്ടല്ലോ, അത് ഇടുന്നുണ്ട് കേട്ടോ. കവറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കവറിലിട്ടിട്ട് ഈ കവറിൻ്റെ ഒരു മൂലക്കിലേക്ക് കൊണ്ടുവരിക. വളരെ വലുതാണ്, അത്രയും വലിയ കവർ വേണമെന്നില്ല. എൻ്റെ ഇപ്പോൾ ഇത്ര വലിപ്പമുള്ളൂ, ചെറുത് മതി കേട്ടോ. കേട്ടോ, ഇപ്പം നമ്മുടെ ഈ കവറിൻ്റെ ഈ മൂലക്കിലേക്ക് കൊണ്ടുവന്ന് വിടാം. ഇതിലൂടെ ചെറിയൊരു ഹോളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മൂലയ്ക്ക് കൊടുന്ന് വെച്ചു ആ തീറ്റ. ഇത് നമ്മളിവിടെ ഞെക്കുമ്പോൾ ഇങ്ങനെ കുറേശ്ശെ കിട്ടണം കേട്ടോ.
ഇത് ഇങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ ഹുക്കും ഇടുക, ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യാട്ടാ. പിന്നെ ഇവിടെ ഇത് വലിയ കവറാണ്, ഇത് ഇതിലായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് പുറത്തേക്ക് പോരാണ്ടിരിക്കാൻ. നമ്മൾ ഞെക്കുമ്പോഴേ റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നീണ്ടു നിൽക്കണ ഭാഗം കട്ട് ചെയ്ത് കളയുന്നേടാ. കവറിൻ്റെ കട്ട് ചെയ്ത് കളഞ്ഞു കണ്ട. ഇപ്പം നോക്കിയാൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീറ്റ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഞെക്കി കൊടുത്താൽ മതി, ഇവിടെ വരും. പിന്നെ വരുമ്പോൾ എടുക്കുക ചെയ്യുക, ഹുക്കും ഇടുക ചെയ്യാടാ. പിന്നെ ഈ ബാക്കി നമുക്ക് ചൂണ്ട സ്ഥലത്ത് ചെന്നിട്ട് ഫ്രണ്ട്സ് നമ്മുടെ ഹുക്കിൻ്റെ സൈസ് ഒന്നിട്ടാ. അപ്പം നമ്മൾ നോക്കിയാൽ തീറ്റ നോക്കിയാൽ അതിങ്ങനെ പിടിച്ചിട്ട് നോക്കിയാൽ ഞെക്കി കൊടുക്കുക ചെയ്യുക, ഇങ്ങനെ വരും. ഒന്നുമില്ല, അതിങ്ങനെ എടുക്കുക, ഒരു ചെറിയ ബോളാക്കിയിട്ട് നോക്കിയാൽ ഹുക്കിൻ്റെ തുമ്പത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇത്തിരിയുള്ള പരിപാടി. ഓടാ കൂരിടാ, അടിപൊളി കൂരിയ, സൂപ്പർ കൂരി കിട്ടീന, നല്ല വലിപ്പുള്ള കൂരിയാടാ കട. അടുത്തത് കൂരി തന്നെ, കൂരി ചെറിയ കൂരിയ. ചെറുവാ കൂരികൾ ഇവിടെ വന്ന് വരുന്നിരിക്കുമ്പോൾ കിട്ടാറില്ല, അതുപോലെ ചെറുതാടാ, വളരെ ചെറുത്. നമ്മളെടുക്കാല്ലേ അങ്ങോട്ട് തന്നെ വിടാറ്, അങ്ങോട്ട് തന്നെ വിടാറ് ചെയ്യണം നമ്മളത്. എന്തിനാ കോലാൻ വന്നു തുടങ്ങി ഫ്രാൻസ്. കോലാൻ്റെ പള്ളല കയറിനാടാ. വളരെ ചെറിയൊരു കോലാനാണ്, നല്ല വലിപ്പം വരിക. ഫൗൾ ഹുക്കായിട്ടാണ് കയറി പറഞ്ഞത് കണ്ടോ, പായലും അല്ല. എന്താ പറയുക, ഇത് കുറേ ഉണ്ടാവും. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ചൂണ്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പിടിക്കണം. ഇത് നന്നായി മുറിവ് വന്നിട്ടുണ്ട് ഇവിടെ, ഇതിനെ തിരിച്ചു വിട്ട കാര്യമില്ല. അപ്പോൾ നമ്മളിത് എടുക്കുന്നതാണ്, കളയുന്നില്ല. തിരിച്ചു വിട്ടിട്ട് കാര്യമില്ല, ഇതിലിങ്ങനെ ഒരു ഇതുപോലെ ഇവിടെ പള്ളയിൽ കയറിയ കാരണേ മീനുകൾ, മറ്റുള്ള മീനുകൾ വന്ന് കൊത്തിത്തോ, അത് കാരണം നമ്മൾ തിരിച്ചു വിടുന്നില്ല, ഇതിനെടുക്കണം. ആടാ അടുത്ത് വരാ, കൂരി ചെറിയൊരു കൂരി, വളരെ ചെറുതാണ്. നമ്മൾ തിരിച്ചു വിടാനുള്ള വലിപ്പമുള്ളതിന് തിരിച്ചു വിടാനേ പറ്റുള്ളൂ, എടുക്കാൻ പറ്റില്ല. അയ്യോ, വെള്ളത്തിൽ പോയി. ഇവിടെ കരയ്ക്ക് വീണെന്ന് മാത്രം, കരയ്ക്ക് വീണത് വെള്ളത്തിൽ പോയി ചെയ്താടാ. ആടാ എന്തിട്ട് ഫ്രണ്ട്സ്, നല്ല വലിപ്പുള്ള കൂരി ഫ്രണ്ട്സ്, അടിപൊളി സൂപ്പർ കൂരി. ഇങ്ങനത്തെ കൂരികളാണ് നമുക്ക് കിട്ടേണ്ടത്. കട്ട കൂരി എന്ന് പറയാൻ നോക്കിയാൽ അടിപൊളി കൂരിട്ടാ, നല്ല വലിപ്പുള്ള നോക്കിയാൽ സൂപ്പർ കൂരി എന്ന് പറഞ്ഞാൽ സൂപ്പർ കൂരി. എന്തൊക്കെ കിട്ടണം നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട്, നല്ല വലിപ്പുള്ളത് കേടാ, നല്ല വലിപ്പുണ്ട്, നല്ല വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പുണ്ട്.
ഇതുപോലത്തെ കിട്ടണമെങ്കിൽ അടിപൊളി കേട്ടോ. അയ്യോ എന്തിനാ കൂരി കൂരി നല്ല സൂപ്പർ നല്ല വലിപ്പമുള്ള കൂരികളിടാ. വലിപ്പമുള്ള കൂരിയ ഇതുപോലത്തെ കൂരിയാണ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല വലിപ്പമുള്ള കേട്ടോ. വറുത്ത് കഴിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റും നല്ല വലിപ്പമുണ്ട്. അടിപൊളി പൂവാലി ഒന്ന് കിട്ടും ഫ്രണ്ട്സ്. സൂപ്പർ പൂവാലി നല്ല റെഡും ചോപ്പൊക്കെ ആയിട്ടുള്ള കണ്ണായിട്ടുള്ള പൂവാലി കേട്ടാ. കേട്ടാ ഇങ്ങനെ ഇടയ്ക്ക് കൊണ്ട് ഇങ്ങനെ വെള്ളത്തിലാക്കിയിടണമെന്നല്ല കേട്ടോ, മീനുകൾ വരും. ആയിക്കോട്ടെ. ആടാ അത് വന്നു ഫ്രണ്ട്സ്. വലുതാ എന്തിനാ നല്ല വലിപ്പുണ്ട്. പൂവാലി നല്ല വലിപ്പമുള്ള പൂവാലി കേട്ടോ. വളരെ വലിപ്പമുണ്ട്. എന്താ പറയുക കാണിച്ചിട്ടാ കടാ കൈൻ്റെ അത്രയും ഉണ്ട് പൂവാലി. നോക്കിയേ പൂവാലിയുടെ കേട്ടാ. അടിപൊളി പൂവാലി കേട്ടോ. ഭയങ്കര വലിപ്പമുള്ള പൂവാലിയാ. വാല കണ്ട എന്താ വലിപ്പം. പെട്ട പൂവാലി ഫ്രണ്ട്സ്. പെട്ട സാധനം. അടുത്തത് അടിപ്പരൽ തന്നെയല്ലേ. അടിപ്പരൽ എന്നിട്ടാ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ എന്താ പറയുക മഞ്ഞകുളാപ്പി. ഇതിനെ ഞാൻ മഞ്ഞകുളാപ്പി എന്ന് പറയാടാ. പിന്നെ എന്താ പള്ളത്തി, പിന്നെ പറയുന്ന പേര് പള്ളത്തി. ഞാൻ ചെറുപ്പത്തിൽ വീടിൻ്റെ അവിടെയൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുള്ളത് മഞ്ഞകുളാപ്പി എന്നാടാ. ഇത് മഞ്ഞല്ല, ഇത് വേറെ കളറാണ്. മഞ്ഞാണ് ശരിക്കും. നല്ല മഞ്ഞതൊക്കെ ഇടാനുണ്ട്. ഇത് നീല ബ്ലാക്കൊക്കെ ആയിട്ടുള്ള സാധനം. അപ്പോൾ നിങ്ങളുടെ വേറെ വല്ല പേരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന വേറെ വല്ല സ്ഥലങ്ങളിൽ, തൃശ്ശൂർ അല്ലാണ്ട് വേറെ വല്ല സ്ഥലങ്ങളിൽ ഇതിന് പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേക്ക്. ഇവിടെ ഞാൻ മഞ്ഞകുളാപ്പി എന്ന് പറയും, പിന്നെ പള്ളത്തി. പൊന്തിനോ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ വേറെ കളർ മഞ്ഞ കളറല്ലാത്തതാണ്. മഞ്ഞ കളറുള്ളത് കിട്ടി കേടാ. ഭംഗി നോക്കി അതിനെ കാണാൻ. ഭംഗിയില്ലേ കാണാനായിട്ട്. അടിപൊളി നല്ല ഭംഗിയുള്ള മീനാട്ടാ. ഇതിനെയാണ് ശരിക്കും വീടിൻ്റെ അവിടെ കിട്ടാറ് മഞ്ഞകുളാപ്പിന്ന്. അത് കാരണമാണ് ഇതിനെ വിളിച്ചിരുന്നത് കേട്ടാ. പിന്നത്തെ പേര് പള്ളത്തി. പിന്നെ ഇവിടെ വിളിക്കുന്ന പള്ളത്തി. അടിപൊളി മീനല്ലേ. എന്ത് ഭംഗി കാണാൻ. എന്നിട്ട് കൂരി നല്ല വലിപ്പമുള്ള കൂരി ഫ്രാൻസ്. സൂപ്പർ കൂരി. ഇങ്ങനത്തേനൊക്കെ കിട്ടണ്ട കേട്ടോ നമുക്ക്. വറുത്തടിക്കാൻ വേണ്ടിയിട്ടേ ഇവന്മാരെയാണ് കിട്ടേണ്ടത്, ഇത്രയും വലിപ്പമുള്ളവരെ.
നാടൻ മീൻ സാക്കല്ലതും കിട്ടൂട്ടാ നാടൻ മീൻ. കോലാനുകൾ വന്നോടി ഫ്രണ്ട്സ്. കോലാൻ വന്നു. ഇത് ശരിക്കുള്ള ഹുക്കാട്ടോ കോലാൻ്റെ. ശരിക്കുള്ള ഹുക്കാണെന്ന് തോന്നുന്നുണ്ട്. നോക്കാം നമുക്ക്. വയലിനെയോ കറക്റ്റ് വയലിലേക്ക് എടുത്തിട്ടുണ്ട്. ഇവന്മാരെ കിട്ടൂട്ടാ. ഈ കോലാൻ വെജിറ്റബിൾ കോലാനാടാ. കണ്ടാ കാണിച്ചു തരാം. കണ്ട കറക്റ്റ് വയലിലേക്ക് എടുപ്പീന. ഈ കോലാനുണ്ടല്ലോ, ഈ കോലാൻ വെജിറ്റബിളാണ്. അതായത് ഈ ചണ്ടിയാണ് കൂടുതൽ ഇവർ കഴിക്കുക. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനത്തെ തീറ്റിടുമ്പോൾ ഇവർക്ക് പല്ലില്ല. പിന്നെ മോൾ ഭാഗത്ത് കണ്ട ചുണ്ട്, മോൾ ഭാഗം ചുണ്ട് കണ്ട ഇങ്ങനെയാട്ടാ. ഇത് മറ്റേനില്ലേ മീൻ പിടിക്കണ കോലാൻ ഇവരെടുക്കാം. മീൻ പിടിക്കണ കോലാന് രണ്ട് ഭാഗത്തും ഇതേപോലെ ഇതുണ്ടാവും. ഇതുണ്ടാവും ഈ സംഭവം. പല്ലുണ്ടാവും, നല്ല പല്ലായിരിക്കും. പക്ഷെ ഇതിന് പല്ലില്ല. ഇത് വെജിറ്റബിൾ കോലാനാണ്, വെജിറ്റബിൾ. ഇത് ഒരുപാട് കിട്ടാറുണ്ട് കേട്ടോ ഇവിടെ നിന്ന്. കഴിഞ്ഞ സീസണിൽ കുറേ പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കിട്ടും നമുക്ക്. ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. വലിപ്പം വെച്ച് വരണല്ലോ. എന്നിട്ടാ അടിപ്പറല് അടിപ്പറല്. അടിപ്പരൽ അടിപ്പരലടാ. പൂവാറായി ചെറുതായിട്ടൊന്ന് പിടിക്കാനുള്ള തുമ്പത്ത് കണ്ട. പിന്നെ മെയിനായിട്ട് ഇങ്ങനെയുള്ള പരലുകൾ കിട്ടണമെങ്കിൽ ഇത്രയും വലിപ്പമുള്ള ഹുക്കനെ ഇടണം കേട്ടോ. എന്നാലും ഇതൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പറ്റുള്ള തീറ്റ കൊത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും വലിപ്പമുള്ള ഹുക്കൊക്കെ ആണെങ്കിൽ. നമ്മുടെ കണ്ട വയറ്റം ചെറുത് ഒന്നാണ് സൈസ്. ഈ ഹുക്കാണെങ്കിൽ അവർ കിട്ടും. പരമാവധി ഇങ്ങനത്തെ ഹുക്ക് ഇട്ട് ചൂണ്ട ഇങ്ങനെയുള്ള ചെറുവക മീനുകൾക്ക് കിട്ടാനാണെങ്കിൽ, ചെറുവക മീൻ പിടിക്കാനാണെങ്കിൽ നിങ്ങൾ ചെറിയ ഹുക്ക് ഇട്ട് ചൂണ്ട. ഈ ഒന്നേറ്റം ചെറുതിട്ടിടുക. എന്നിട്ട് കൂരില്ല കുളപ്പരൽ. ഈ മീനെ നമ്മൾ എടുക്കാറില്ല കേട്ടോ. കുളപ്പരലിന് നമ്മൾ അങ്ങോട്ട് തിരിച്ച് വിടുക ചെയ്യുക. ഇവ നമുക്ക് ഒരുവിധം എല്ലാ മീനുകളും നമുക്ക് കിട്ടിയില്ല കേട്ടോ. തോട്ടിലത്തെ നാടൻ മീനുകൾ എല്ലാതും നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഒരുവിധം മീനുകൾ ഞാൻ തിരിച്ചു വിടാം. അയ്യോ സംഭവം നിലത്ത് വീണു. പിന്നെ നമുക്ക് അങ്ങനെ തിരിച്ചു വിടാം. തിരിച്ചു വിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ മീൻ കാണാം. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. ഇപ്പോൾ ഒരുവിധം മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. കോലാൻ കിട്ടിയിട്ടുണ്ട്, കോലാൻ. പിന്നെ പരല്, നല്ല അടിപൊളി പൂവാലിപ്പരല്. പിന്നെ കൂരി, നല്ല സൂപ്പർ കൂരി കേട്ടോ, നല്ല വലിപ്പമുള്ള കൂരി. പിന്നെ ഞാനിവിടെ പറയണത് മഞ്ഞളാപ്പി. എന്താ പറയുക, പള്ളത്തി. ഒരുവിധം മീനൊക്കെ ഇതിൽ കിട്ടും കേട്ടോ. ഈ തീറ്റയിൽ ഈ നാടൻ മീനുകൾ ഒരുവിധം എല്ലാ ചെറുവക മീനുകളും കിട്ടും. ഒരു അടിപൊളി തീറ്റ കേട്ടോ ഫ്രണ്ട്സ്. വേറെ ഒന്നല്ല, നമ്മൾ ആ മീനിൻ്റെ ഇറച്ചി ചേർക്കണ കാരണമാണ് ഇങ്ങനെ മീനുകൾ പെട്ടെന്ന് കിട്ടണതേ. മീനുകൾ ശരിക്കും കിട്ടാനായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ലില്ലേ, മണം, അതിൻ്റെ കേട്ടോ. പിന്നെ അവർക്ക് രുചിച്ച് നോക്കുമ്പോഴത്തേതും ഈ വക മീനൊക്കെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നന്നായി മീൻ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.